ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹെയർ കെയറിങ്ങിലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് പറഞ്ഞു തരാറുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ടിപ്പായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മുടി വളർച്ച കൂട്ടാനും കുഞ്ഞു മുടികളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നന്നായി വളർന്നു വരാനും മുടി നല്ല സ്മൂത്ത് ആവാനും ഷൈനിങ് ആവാനും തലയിലുണ്ടാവുന്ന വേദനിക്കുന്ന കുരുക്കൾ അതേപോലെ തന്നെ സാധാരണ രീതിയിലുണ്ടാവുന്ന കുരുക്കളൊക്കെ മാറ്റി നമ്മുടെ തലയിൽ ചൂട് കാരണം ചിലപ്പോൾ കുരു വരും, അതൊക്കെ മാറ്റാനും ഒരുപാട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് പോയി കണ്ടോക്കി നോക്കാം. ഇതേപോലെ അലവേര നമ്മൾ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. അതിൽ ആ മഞ്ഞ കളറ് കറ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തി നിങ്ങൾക്ക് കിട്ടുന്നവരാണെങ്കിൽ ചെമ്പരത്തി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ വെള്ളം, തേങ്ങയുടെ വെള്ളം വളരെ എഫക്റ്റീവാണ് തലയിലുള്ള കുരുക്കൾ പോകാൻ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൽ പുഴുക്കടൊന്നും ഇല്ലാതെ ശ്രദ്ധിച്ച് നമ്മൾ ഓരോ ഏതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിടണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്നായിരുന്ന ഫുള്ള് ചെമ്പരത്തി നമ്മളിതിൽ പൊട്ടിച്ചിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അവൈലബിൾ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് തേങ്ങയുടെ വെള്ളം എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. നമ്മൾ ചെയ്യാൻ പോണത് തിളപ്പിച്ച വെള്ളം, നന്നായി തിളച്ച വെള്ളം നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ എതിരിലോട്ട് ഒഴിക്കുക. വെള്ളത്തിലിട്ട് ചൂടാക്കരുത്, നമ്മൾ വെള്ളത്തിലോട്ട് ഒഴിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ എല്ലാ പൂവും ജസ്റ്റ് ഒന്ന് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ കുറച്ച് മാത്രം ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ വെള്ളം നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കിട്ടും. നന്നായിട്ട് അവിടെ തിരുമ്പി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സത്തും നമുക്ക് അവിടെ കിട്ടും കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അലോവേര നമ്മൾ ജെല്ല് മാത്രമായിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളൊരു ചീർപ്പുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചീകിയിട്ട് എടുക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്ന ഐഡിയ തന്നെയാണിത് കേട്ടോ. നമുക്ക് ഒട്ടും വേസ്റ്റ് ആവാണ്ട് ഫുള്ളായിട്ട് നമുക്ക് അലോവേര ജെല്ല് മൊത്തം കിട്ടും. അലോവേര ജെല്ല് ഒന്ന് അരിക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ചെമ്പരത്തിയുടെ കൂട്ടുമുട ഒഴിക്കുക. നന്നായിട്ടുണ്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങൾ പിഴിയാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ല വൃത്തിയായി കഴുകിയിട്ടിടണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തേക്കുന്ന സാധനത്തിന് ഗുണം കുറഞ്ഞു എന്ന് വരും. എല്ലാ സത്തും നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾ എണ്ണ തൊട്ട് പുരട്ടുക, മുടിയിലത്തെ കെട്ടൊക്കെ കളയുക. തലയുടെ ഓട്ടിൽ എണ്ണ തൊട്ട് പുരട്ടി 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രം ഇത് തലയിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കണേക്ക് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യുക. അപ്പോൾ നമുക്കിത് എന്തായാലും തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ.
നമ്മുടെ മുഖത്തായാലും കുഴപ്പമില്ല കേട്ടോ. മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാനും മുഖം നല്ല തിളങ്ങാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ നമ്മുടെ സത്ത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ പച്ചവെള്ളത്തിൽ കഴുകി കളയാം. നമ്മുടെ മുടിയിലുണ്ടാവുന്ന ഈ ഡ്രൈനെസ്സും അതേപോലെ തന്നെ മുടിയിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണിത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇതേ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുക. എന്നാലാണ് നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബാബാ സി യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കാര്യം കൂടി മറക്കരുത്, ഇത് നമ്മുടെ 3 ദിവസത്തെ ടിപ്പായിട്ടും പാക്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബാബാ സി യു.